ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിലേക്ക് നമുക്ക് അടുത്ത ഐറ്റത്തെ വെൽക്കം ചെയ്താലോ? വിളിക്കൂ. അപ്പൊ ഒരു ഗംഭീര സ്കിറ്റുമായി ഇതാ എത്തുന്നു നമ്മുടെ സ്വന്തം മായേച്ചി, വിഷ്ണു ആൻഡ് രാജേന്ദ്ര ചേട്ടൻ. ഐറ്റം വേറെ. ഇവിടെ വന്നിരിപ്പുണ്ടായിരുന്നല്ലേ കാഴ്ചക്കാരാ ഡയലോക്കക്കാര്. എന്റെ പൊന്നു കേട്ടാ, നിങ്ങൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ഏതോ പലിശക്കാരോ ഗുണ്ടകളോ എന്നെ തല്ലായിട്ട് ഓടിക്കുന്നതാണ്. എന്നാ അല്ല, അതിനേക്കാളും ഡേഞ്ചർ ആയിട്ടുള്ള ഒരാളെ എന്നെ തല്ല ഓടിക്കുന്നേ. ആരാന്നറിയോ? എന്റെ ഭാര്യ. കാരണം ഒന്നും എനിക്കറിയത്തില്ല. ദൈവത്തെ ഓർത്ത് അടി കൊണ്ട് മടുത്ത് അവൾ ഇവിടെ വരുവാണെങ്കിൽ എന്നെ കണ്ടിട്ടില്ലെന്നേ പറയാവുള്ളേ. എൻ്റെ അമ്മേ, ഒളിച്ചിരിക്കാൻ വകുപ്പില്ലല്ലോ. തല്ലുകൊള്ളാൻ വയ്യേ. അവനെന്ന് കൊല്ലൂലോ ഞാനിന്ന്. ഇന്ന് അവന്റെ 16. എന്റെ കെട്ടിയൻ ഇവിടെ എങ്ങാനും വന്നോ? എന്റെ കെട്ടിയൻ വന്നോ? അയാള് വരത്തില്ല, അയാള് വരാനാ. പിടിക്കുമ്പോ അങ്ങനെ വഴുതി അങ്ങ് പോവും അയാള്. എന്നെ കൊണ്ട് മടുത്ത്, എനിക്ക് മടുത്ത്. 24 മണിക്കൂറും കൂടിയാ ബിജോട്ടാ, കൂടിയാ. ഞാനൊരു ദിവസം അയാളുടെ അടുത്ത് പറഞ്ഞു, എന്തിനാ അങ്ങനെ കുടിക്കുന്നേ? സമൂഹത്തിന്റെ മുമ്പിൽ നാണക്കേടല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങേര് പറയാ, ശരിയാ മോളെ, അത് നാണക്കേടാ. ഇപ്പഴാ നീ എന്റെ ഭാര്യയായതെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയതാ. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങേര് നന്നായി. ഇല്ല, ഞാൻ പണി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ ഇത്ര പോകുന്ന കുപ്പി എടുത്തോണ്ട് വീട്ടിലിരുന്ന് കുടിക്കുവാ ബിജോട്ടാ. ഞാൻ എന്താ നിങ്ങൾ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോ പറയണേ, സമൂഹത്തിന്റെ മുമ്പിലല്ലേ ഈ നാണക്കേടുള്ളൂ, വീട്ടിനകത്തിരുന്ന് കുടിക്കാലോന്ന്. സാധാരണ ഒരു വീട്ടിൽ എന്തൊക്കെ ഉണ്ടാവും? 2 ബെഡ്റൂം, 1 അടുക്കള, 1 പൂജാമുറി ആണേ. പക്ഷെ എൻ്റെ വീട്ടിൽ അങ്ങനെയല്ല. 2 ബെഡ്റൂം, 1 അടുക്കള, 1 മിനി ബാറ്. ഇതൊക്കെ ഞാൻ സഹിക്കുക ചേട്ടാ, സഹിക്കുക. എന്നാ പിന്നെ ഈ പുല്ലന് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ആ കുപ്പി എടുത്ത് പുറത്ത് കളഞ്ഞൂടെ? അങ്ങേര് കളയത്തില്ല. അത് മുഴുവൻ ഓരോന്ന് ശേഖരിച്ച് വെക്കും. എന്നിട്ട് അത് 100 കുപ്പിയാകുമ്പോൾ അതിൽ നിന്ന് ഒരു കുപ്പി എടുത്ത് ഈ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഓരോ തുള്ളി പകർത്തും. എന്നിട്ട് അതെടുത്ത് കുടിക്കും. അങ്ങനെ അൾട്ടിമേറ്റ് കുടിയനാണ് അങ്ങേര്. മക്കണു ബിജുക്കുട്ടേട്ടാ, എനിക്ക് മക്കണു മടുത്ത്. എനിക്ക് മടുത്ത്. അങ്ങേരെ കൂടെ നിന്നിട്ട് എനിക്കിപ്പോ നാക്ക് തിരിയാതായി. അതെല്ലാം പോട്ടെ, കൂട്ടി ഞാൻ സഹിച്ച്. ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നേ. അപ്പൊ പിന്നെ ഇത് വേറെ ആരുടെടുത്തെങ്കിലും പോയിട്ട് പരാതി പറയാൻ പറ്റുമോ? നാണക്കേടല്ലേ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അങ്ങേരെ ചുറ്റിക്കളി. അത് നമുക്ക് സ്ത്രീകൾക്ക് പുറത്തു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതിനുള്ള നെട്ടോട്ടാണ് ഈ കാണുന്നത്. അങ്ങേരെ ചുറ്റിക്കളി ഞാൻ പിടിച്ച്. അതാണ് ഇപ്പൊ ഈ നെട്ടോട്ട് ഓടുന്നത്. ഇത് ഞാൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ പിടിക്കും മോനെ, പിടിക്കും. കോഴി ചിങ്കാര പൂങ്കോഴി കൊക്കരക്കോ കൂവാതെ ദാണ്ട പൂവൻകോഴി. 2 പെട തരാം. തമ്പി കീഴറങ്ക്, തമ്പി കീഴറങ്ക്, തമ്പി കീഴറങ്ക്. കീഴറങ്കിനാ മുത്തം കൊടുക്കറേ. ബിജുക്കുട്ടേക്ക് കെട്ടിയോനോട് പറഞ്ഞതാ. ചാടി അങ്ങ് എഴുന്നേക്കുവാണല്ലോ. താഴെറങ്ങിയ മുത്തം തറേ. നാളായേ ഇതൊക്കെ പരസ്യമായിട്ട് വന്നു തന്നോ. ഒരുപാട് തെണ്ടിത്തരം കാണിക്കരുത്. എന്തോ താനിറങ്ങി വന്നാ മുത്തം തരാന്ന് നീയല്ലേ പറഞ്ഞത്? അതെ, പറയുമ്പോ ശ്രദ്ധിച്ച് കേൾക്കണം. മുത്തം തരാന്നല്ല ഞാൻ പറഞ്ഞത്, മൊത്തത്തിൽ തരാന്നാ. നിനക്കെന്നെ തല്ലാനല്ലേ? ഞാൻ തല്ലത്തില്ല. ഒറ്റയടിക്ക് കൊല്ലത്തേ. 2 വർഷമായി ഞാൻ തന്നെ നിരീക്ഷിക്കുന്നു. താൻ എവിടൊക്കെ പോകുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നു, എപ്പൊക്കെ തിരിച്ചു വരുന്നു എന്ന് തെളിവ് സഹിതം ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ദൃശ്യം 4 എടുക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഒരു ഉദ്ദേശവും ഇല്ല. പക്ഷേ ചിലപ്പോ ഞാൻ ജോർജ് കുട്ടിയായി വരും. തന്നെ ഞാൻ കൊന്നു കുഴിച്ചു മൂടും. താനിത് കണ്ടോ? അയ്യേ, അതല്ല. താൻ ഈ തെളിവ് വിഷു കൈ നീട്ടം കിട്ടിയാന്നോ? വിഷു കൈ നീട്ടല്ല, തന്നെ കൈ നീട്ടിയൊന്നും അങ്ങ് തന്നാലുണ്ടല്ലോ. എടോ, തനിക്കെതിരെയുള്ള തെളിവുകളാണോ ഇത് മുഴുവൻ? ഇതാ ഒന്ന് കാണിച്ചേ. കാണിക്കാം. നില്ലേ 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 നില്ലേ. സുഖിച്ചോ സുഖിച്ചോ സുഖിച്ചോ.
തന്റെ SSLC ബുക്കില് ഓട്ടോഗ്രാഫില് 2 മയിൽപ്പീലിയും കൂടെ കെട്ടിപ്പിടിച്ച് പിണഞ്ഞു കിടക്കുന്നു. ഭൂമി ഉരുണ്ടതാണെങ്കിൽ വീണ്ടും കാണാം മോളേന്ന്. ആരാ വിനോദ് വിത്ത് സുധ, അതാരാ? അതെനിക്ക് ഇപ്പൊ അറിയണം. ഇതാണോ ഇത്ര വലിയ കാര്യമായിട്ട് നീ പറഞ്ഞത്? എന്റെ പൊന്നെ, അത് വേറൊന്നുമല്ല. മയിൽപ്പീലി പ്രസവിക്കുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ക്യൂരിയോസിറ്റിയിൽ ഞാൻ കയറ്റി വെച്ചതാ. കല്യാണം കഴിഞ്ഞിട്ട് 8 കൊല്ലമായി. ഭാര്യ പ്രസവിച്ചോന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഇല്ല. മയിൽപ്പീലി പെറ്റോന്ന് അറിയാനാ ക്യൂരിയോസിറ്റി. അല്ലേടോ? അല്ലേടോ? തനിക്കെതിരെ ഇനി തെളിവുണ്ടോ? ഇതെന്തുവാ? ഇത് കണ്ടറിഞ്ഞൂടെ സിനിമാ ടിക്കറ്റ്? അതെനിക്ക് മനസ്സിലായി. എന്താ 2 എണ്ണം ബുക്ക് ചെയ്തേക്കുന്നേ? ഒരു സീറ്റല്ലേ ഒരാൾക്ക് ബുക്ക് ചെയ്യണ്ട. എന്നാ 2 എണ്ണം ബുക്ക് ചെയ്തേക്കുന്ന? എനിക്ക് ഇപ്പൊ അമ്പടാ മോനെ, ഇത് വെറുതെ ഇട്ട് തല്ലുവാ. കണ്ണാടി വെച്ച ചേച്ചി ഞാൻ എന്താ പറയും? സമയം തരാം. നിനക്ക് എനിക്കൊരു വൃത്തിയുടെ സ്വഭാവം. എന്തുവാ? ഞാൻ ഒരു സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ 2 ടിക്കറ്റ് എടുക്കും. ഇന്റർവെല് വരെ ഒരു സീറ്റില്, വേറെ സീറ്റില്. ഒരു പ്രത്യേക തരം ജീവിതം അല്ലയോ? എന്നാലും വേറെ ആരുടെയോ പെണ്ണും പിള്ളയെ കൊണ്ട് പോയതാണ് സിനിമയ്ക്ക് എന്ന് പറയരുതടോ, പറയരുത്. 8 കൊല്ലായില്ലടോ കല്യാണം കഴിഞ്ഞിട്ട്. ഇന്നേ വരെ റൊമാൻസ് ആയിട്ട് താൻ എന്റെ വിരലൊന്ന് തൊട്ടിട്ടുണ്ടോടോ? തനിക്ക് റൊമാൻസ് എന്താണെന്ന് അറിയോടോ? എനിക്ക് അറിയാവോ എനിക്ക് റൊമാൻസ് എന്താണെന്ന്? എവളെ പറഞ്ഞാലും കാര്യമുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഞാനങ്ങനെ റൊമാൻസ് ഒന്നും ഇല്ലായെന്ന്. ഞാനൊന്ന് കൂളാക്കിയിട്ട് വരാം. നിന്റെ മന്മഥനല്ലേ മന്മഥനല്ലേ നിന്റെ മന്മഥനല്ലേ വല്ലഭനല്ലേ നിന്റെ വല്ലഭനല്ലേ മധുരിതുവില നിശ മാതക നിശ വിവശതയുടെ നിശ നിശാരതിയൊരു മദന സമന്മഥനല്ലേ നിന്റെ മന്മഥനല്ലേ വല്ലഭനല്ലേ നിന്റെ വല്ലഭനല്ലേ. മിണ്ടാതിരിക്കും, നാട്ടുകാര് കേക്കൂടോ? കണ്ടോ, ഇതാണ് ഇവളുടെ കുഴപ്പം. ഞാനൊന്ന് റൊമാൻസ് ആയിട്ട് അവളോട് ചെന്ന് കഴിഞ്ഞാൽ അവള് പറയും, അയ്യോ നാണമില്ലാത്ത മനുഷ്യ, നാട്ടുകാർ കാണുമെന്ന്. ഞാനൊന്ന് വഴക്കിട്ടേ 2 പഞ്ചായത്ത് അപ്പുറമുള്ള പെണ്ണുങ്ങൾ കേൾക്കുന്ന രീതിയിൽ ഇവള് തൊള്ളയെടുക്കും. ഞാൻ എപ്പോഴാണോ അങ്ങനെ ഒച്ചയിട്ടത്? ഇത് നമ്മൾ ഇത്ര നേരം കണ്ട അവാർഡ് സിനിമയായിരുന്നു. ഇവിടെ ബഹളമില്ല, വഴക്കില്ല, ഒന്നുമില്ല. അൾട്ടിമേറ്റ് കോഴിയാടോ, അൾട്ടിമേറ്റ് കോഴി. നാട്ടുകാര് കേൾക്കണോടോ, നാട്ടുകാര് കേൾക്കണം. എന്റെ പൊന്നു ബിജുകുട്ടേട്ടാ, നിങ്ങൾ കേൾക്കണം. അത്തച്ചമയത്ത് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം എന്നെ കൊണ്ടുപോയി. അപ്പൊ പറഞ്ഞു, വാടി നമുക്ക് ആകാശവും ഞാൻ ലാടാന്നും പറഞ്ഞു ഞങ്ങളെ കൊണ്ടുപോയി. നിങ്ങൾ കേറിയപ്പോ ഇത് സ്റ്റക്കായി പോയി എന്റെ ബിജുകുട്ടേട്ടാ. ഞാനും ഇങ്ങേരെ ഒറ്റയ്ക്ക്. അങ്ങനെ ഞാനിത് എന്ത് ചെയ്യുമെന്ന് അറിയാൻ നോക്കുമ്പോ ഇങ്ങേരെ കാണുന്നില്ല. നോക്കുമ്പോ ഇങ്ങനെ മൈക്കിൾ ജാക്സന്റെ പോലെ കമ്പിയിൽ എഴഞ്ഞിങ്ങനെ പോയി അപ്പുറത്തെ സീറ്റിലെ പെണ്ണിനോട് പറയാ, കുഴപ്പമില്ല ചേച്ചി, ഇപ്പൊ ശരിയാവും. ഞാൻ വിളിച്ചിട്ട് ഞാൻ നോക്കിയില്ലെങ്കിൽ അപ്പൊ ഇയാൾ ഉമ്മ കൊടുത്തേനെ. എനിക്കറിയാം, അത്രമാത്രം കോഴിയാ. ഞാൻ ഉമ്മ കൊടുക്കത്തൊന്നുമില്ലായിരുന്നു. ഒതുങ്ങ് ഒരു പൊടി കൂടെ ഇപ്പൊ സെറ്റായി പറഞ്ഞു. പൊന്നു മാലിനി, എടി ഞാൻ മടുത്തടി, സത്യമായിട്ട് ഞാൻ മടുത്ത്. രാവിലെ തുടങ്ങിയ വഴക്കല്ലേ, ഇതൊരു അവസാനം വേണ്ടേ? പോട്ടെ, കരയണ്ട. ഞാൻ ചായ എടുക്കാൻ വേണ്ടി എടുത്തായിരുന്നോ? അതിനല്ല ഞാൻ രാവിലെ വിളിച്ചത്. ഞാൻ വിളിച്ചപ്പോ നിങ്ങൾ അങ്ങ് ഓടി അങ്ങ് പോയി. നീ വിളിക്കുന്നത് വളർത്താനാണോ ദൈവത്തിന് പോലും പറയാൻ പറ്റത്തില്ല. അതല്ലേ ചേട്ടൻ ഓടിയത്? ഇതാണോ ചേട്ടന്റെ ചായ? അതാ ചായ. കുടിക്ക്. വേണ്ട, ചേട്ടൻ കുടിക്കും. ആ എന്താടി, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നീ കുടിച്ചതിന്റെ ബാലൻസ് പാലല്ലേ ഞാൻ കുടിച്ചത്? കുടിക്ക്.
ഇനി ഇങ്ങോട്ട് താ, അപ്പൊ വിഷയില്ലെന്ന് ഉറപ്പായി. തന്റെ കൂടെ ജീവിച്ച് എനിക്ക് മടുത്തടോ. തന്റെ കൂടെ ജീവിച്ച് എനിക്ക് മടുത്ത്. ഇതുപോലെ വാക്കിന് വിലയില്ലാത്ത ഒരു കുടുംബത്തെ ഞാൻ കണ്ടിട്ടില്ല എന്റെ ഗുരുവായൂരപ്പോ. ആർക്കാണ് ഈ വാക്കിന് വിലയില്ലാത്ത? ആർക്കാ വാക്കിന്? ഞാൻ പറഞ്ഞുതരാം. എന്റെ ചേട്ടാ, ഞങ്ങളുടെ നിശ്ചയം കഴിഞ്ഞപ്പോ ഇങ്ങേരുടെ അമ്മ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ച് എന്നിട്ട് പറഞ്ഞു, വാ മോളെ ഷാർജ ഷേക്ക് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. എന്നിട്ട് ഉണ്ടാക്കി തന്നിട്ട് നീ കുടിച്ചില്ലേ? എന്നിട്ട് എന്തോ ആയിരുന്നു അതിൽ ഉണ്ടായിരുന്നത്? 1-2 സാധനം കുറവുണ്ടായിരുന്നു. എന്തോ സാധനം? പാല്, പഞ്ചസാര, പച്ചുള്ള എന്റെ വീട്ടിലെ കിണറ്റിലും ഉണ്ട്. വീട്ടിലെ കിണറ്റിലും ഉണ്ട്. അങ്ങനെ എന്റെ അമ്മനെ കുറ്റം പറഞ്ഞാൽ നിന്റെ അമ്മനെ ഞാൻ കുറ്റം പറയാം. എന്റെ അമ്മയ്ക്ക് ഒരു കുറ്റമില്ല. ഞാൻ പറഞ്ഞുതരാം. വയ്യാതെ കടന്ന് ഇവളുടെ അച്ഛന് ഒരു പാരസെറ്റാമോൾ ഗുളിക മേടിക്കാൻ കാശില്ലാത്ത ഇവളുടെ അമ്മ അപ്പുറത്തെ വീട്ടിലെ വൈറ്റ് വാഷ് അടിച്ച പിറ്റേന്ന് റൗണ്ടിന് കണ്ടിച്ചെടുത്ത് നടുക്ക് ഒരു വരയിട്ട് അത് ഇവളുടെ അച്ഛന്റെ അണ്ണാക്കിലിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത ടീമാണ് ഇവള്. ഇവളെന്നെ കളിയാക്കുന്നത്. എന്നെ കളിയാക്കുന്നത് എന്റെ കുടുംബത്തെ പറഞ്ഞ കവാളം പളക്കടിക്കും. നീയോ? ഓഹോ, അങ്ങനെ നീ ഓടും, നീ ഉറങ്ങും, നീ ചാടും, നീ ഇവിടെ കിടന്ന് ഉറങ്ങും, നീ മറിയും. നിന്നെ മറിക്കാനുള്ള വിദ്യ എന്റെ ഉണ്ടടാ. ഞാൻ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നീ കേസ് ഉണ്ട്. വേറെ എന്താണ് നിന്റെ തെളിവുള്ളത്? തെളിവുണ്ട്. തനിക്ക് മയിൽപ്പീലി 2 എണ്ണം, സിനിമാ ടിക്കറ്റ് 2 എണ്ണം, മൂന്നാറില് റൂം ബുക്ക് ചെയ്തപ്പോ എന്തേ ഒറ്റ റൂം? എന്തുവാ അതെ ഒറ്റ റൂം? എന്നാ പറ്റും യു ട്രൈ. ഇവിടെ ഇരുന്ന് പറ. എന്തോ മൂന്നാർ നീ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അവിടെ എല്ലാം ഒരുപോലല്ലേ? അതെ. റിസോർട്ട് നീ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. എല്ലാ റിസോർട്ട് ഒരുപോലല്ലേ? അതെ. ഒരാ തന്നെ സീസണും ഒറ്റ റൂമേ തരുവുള്ളൂ പറഞ്ഞു. ആണോ? അതുകൊണ്ടാണോ കാലമാടാ? തനിക്കുള്ളത് തരാടോ. തരാ ഞാൻ. തന്റെ റൂം എടുപ്പും തന്റെ മൂന്നാറി ഞാനിന്ന് തീർത്തരാടോ. എന്റെ അമ്മാവന്റെ മോൻ ഞാൻ വിളിച്ചിട്ടുണ്ട്. തന്നെ നിലയ്ക്ക് നിർത്താൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് ഒരുപാട് അമ്മാവന്മാരുണ്ടല്ലോ, അതിൽ ഏതമ്മാവനാ? എന്റെ നേരമ്മാവൻ. ബാക്കി എല്ലാരും വളഞ്ഞിരിക്കുവാണ്. എന്നെ കല്യാണം കഴിക്കാൻ വെച്ചിരുന്ന ചെറുക്കൻ അങ്ങേര് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. 18 കളരിക്ക് ആശാൻ, നാട്ടുകാരുടെ കണ്ണിലുണ്ണി, ഒറ്റ വെട്ടിന് 2 തുണ്ട്. നാട്ടുകാർ അവന്റെ പേര് കേട്ടാ കിടുകിടാ വിറയ്ക്കും. ഒന്ന് പറയോ, ഞാൻ ഓഡിയൻസ് വെട്ടാൻ കാത്തിരിക്കുവാ. ബലഹീനൻ. അത് പോയി അവിടെ കൊണ്ട് ആ കണ്ടന്റ് അങ്ങ് പോയി. മനുഷ്യകുലത്തിൽപ്പെട്ട ആർക്കെങ്കിലും ബലഹീനെന്ന് പേര് അതെന്നാന്നറിയാവോ? ഈ 9-ാം മാസമാണ് പുറത്തിറങ്ങിയത്. എവിടുന്ന്? ജയിലിൽ നിന്നോ? അയ്യോ, ജയിലിൽ നിന്നല്ല. ഈ അമ്മായി ഗർഭിണിയായിരിക്കുമ്പോഴേ 5-ാം മാസത്തിൽ തന്നെ പുള്ളി ചാടി വന്നു. ഇതാണ് ഇവരുടെ കുടുംബത്തിന്റെ കുഴപ്പം. എടുത്തിയാട്ടം. എടുത്തിയാട്ടം. ഇപ്പൊ തന്നെ കണ്ടില്ല, എന്നെ ഏതോ പെണ്ണിന്റെ കൂടെ കണ്ടെന്നോ ഇരുന്നൊക്കെ പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. പറഞ്ഞോളൂ, അവളവിടെ നിൽക്കുവാന്നല്ലോ. എന്താണ് അവളെവിടെ നിൽക്കുമോ എന്തോ പറഞ്ഞല്ലോ. അയ്യോ, ബലഹീനൻ ചേട്ടന്റെ ശബ്ദം. ഞാനും ഓർത്ത് ഏതോ പാണ്ടിലോറ് ബ്രേക്ക് ഇല്ലാതെ വരുന്നുണ്ടല്ലോ. മാലിനിയെ, നിന്റെ ആഗ്രഹം പോലെ തന്നെ താണ്ട നിന്റെ മുറച്ചേർക്ക മുറുക്കം കടിച്ചോണ്ട് വന്നിരിക്കുന്നു. ഇത് മുറുക്കല്ല, ഇതെന്താ മീശയാണോ? പിടിച്ചോ, താഴെ പോകാൻ നോക്കാം. പിന്നെ നിന്റെ മീശക്ക് ഒരു ഫിഗർ ചെയ്യാം, കൊതുക് തിരിയുടെ. എനിക്കിത് സഹിക്കാൻ വയ്യ, എനിക്കിത് സഹിക്കാൻ വയ്യ ബലഹീനൻ ചേട്ടാ. ഹായ് ഐസുമണ്ടി. ഐസുമണ്ടി അല്ലത്. കഴിഞ്ഞ മാസം എന്റെ കൈ ഒടിഞ്ഞപ്പോ അതിനകത്ത് സ്റ്റീൽ കമ്പി ഇട്ടേക്കോ, അതിനകത്താ നീ കൊണ്ടത്. അയ്യോ, അതായിരുന്നു. എന്നോട് ക്ഷമിക്കണേ ബലഹീനൻ ചേട്ടാ, എനിക്കിവിടെ ഒരു സമാധാനവും ഇല്ല. നിന്റെ വിളി വന്നപ്പോഴേ എന്റെ മനസ്സിലൊരു ബെല്ലാരി രാജ. ബെല്ലാരി രാജയോ? ബെല്ലാരി രാജ അല്ല, ഒരു വല്ലായ്മ പോലെ. അല്ല, എന്തോ വരിക്കച്ചക്ക എന്നെ. വരിക്കച്ചക്കയോ? ഓ പിന്നെ വരിക്കച്ചക്ക. വരിക്കച്ചക്ക അല്ല, എന്നെ എന്തിനാ വിളിപ്പിച്ചെന്ന്? ഓ, എന്തിനാ വരുത്തിച്ചെന്ന്? വിനോദ എന്തോടാ? അവളോട് ചോദിക്ക്. മാലിനി അങ്ങേരോട് ചോദിക്ക്. വിനോദ അവളോട് ചോദിക്ക്.
അങ്ങേരോട് നോക്കി. അവളോട് ചോദിക്കടാ. അങ്ങേരോട് നോക്കി. അവളോട് ചോദിക്കടാ. അങ്ങേരോട് നോക്കി. അവളോട് ചോദിക്കടാ. അങ്ങേരോട് നോക്കി. ഞാൻ എന്നോട് ചോദിക്കുക, എന്തിനാ ഇങ്ങോട്ട്? അയ്യോ, കലഹീനൻ ചേട്ടന് കാര്യമൊന്നും അറിയില്ലല്ലോ. ആഹാ, അപ്പൊ നിന്റെ ഒക്കെ വായിക്കാൻ നാക്കുണ്ടില്ലയോ? ആഹാ, എന്നുവെച്ചാ അത് പിന്നെ ഞാൻ ബില്ല് ചെയ്തോളാം. കണ്ടന്റ് അല്ലേ? ഞാൻ പറഞ്ഞുതരാം. ദേ, ഈ കലണ്ടറാണ് കണ്ടന്റ്. ഇതാണോ കണ്ടന്റ്? ഇത് കലണ്ടർ അല്ലയോ? അയ്യോ, അത് മനസ്സിലായി. ഈ കലണ്ടറിനകത്താണ് കണ്ടന്റ് ഇരിക്കുന്നത്. ഇതെന്തോ മൊത്തം നീ ചോമ്പിച്ചിട്ടേക്കുന്നത്? മൊത്തം നിനക്ക് അവധി ദിവസമാണ്. അയ്യോ, ഇത് അവധി ദിവസം ആയതുകൊണ്ടല്ല. ഇങ്ങേരുടെ ഓരോ അവിഹിതം ഞാൻ പിടിക്കുമ്പോഴും കലണ്ടറിൽ ചോപ്പ് മാർക്ക് ചെയ്ത് വെക്കും. അങ്ങനെ മാർക്ക് ചെയ്ത് മെയ് മാസം നിറഞ്ഞ്. ഇതിപ്പോ കൊറേ ഉണ്ടല്ലോ. ആ, ഇത് മെയ് മാസത്തെ കണക്കാ. ജൂൺ മാസം വരാനിരിക്കുന്നതേ ഉള്ളൂ. കൊണ്ട് കയറുവല്ലേ? അല്ല, എടാ, എന്റെ പെങ്കച്ചിനാണോ നീ വല്ലോ പറഞ്ഞോണ്ടല്ലേ എന്റെ സ്വഭാവം മാറും. ഇത് മൊത്തം ഞാൻ ചവിട്ടിയാണ് നശിപ്പിക്കും. എനിക്ക് ആകപ്പാടെ കലിയായിരിക്കും. എന്ത് നിന്നെ ഉണ്ടല്ലേ ബലഹീന, അകത്ത് ചായ ഇരിപ്പുണ്ട്, പോയി കുടി. അങ്ങനെ മര്യാദക്ക് പറ. അല്ല, അടിയില്ലയോ? അതില്ലേ, നീ ഈ പരിപാടി ഒന്നും കാണിക്കത്തില്ലല്ലോ ഇവിടെ. പിന്നെ ഉണ്ടല്ലേ ഉണ്ടാകാനാ നിർത്താൻ. എന്റെ കുഞ്ഞിനെ എല്ലാം പറഞ്ഞ മനസ്സിലായോ? അല്ലേ, ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ ചൂണ്ടുവരലൊക്കെ നിർത്താൻ പറ്റുമോ? കൊള്ളാമോന്നാ, എന്തൊരു ചോദ്യം ചോദിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാനും എന്റെ ഭാര്യയായിട്ടൊരു ഉടക്കുണ്ടായപ്പോ നാട്ടെ ചൂണ്ടാവരലെ അങ്ങ് നിർത്തി. പിന്നെ അനങ്ങിയില്ലല്ലോ. ഭാര്യയോ? ഞാൻ അല്ല, ബലഹീനൻ ചേട്ടന്റെ ഭാര്യ. അത് അങ്ങനെയൊക്കെ ഉണ്ട്. അത് പിന്നെ പറഞ്ഞു തരും. ചേട്ടന് ഭാര്യയെ പേടിയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ പുള്ളിക്ക് ചുറ്റിക്കളികളൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയും നിർത്തി പുള്ളിനൊന്ന് നേരെയാക്കി എടുക്കണം. അതിനാ കൊണ്ടുവന്നേ. ഒരു കാര്യം ചെയ്യും, പുള്ളിയോട് പോയി ചോദിക്കേ എത്ര ചുറ്റിക്കളി ഉണ്ട് മൊത്തത്തിൽ എന്ന് ചോദിക്കേ. ചെല്ലി വിനോദേ, എത്ര ചുറ്റിപ്പിരിവുണ്ട്? അവൻ ജീവിക്കാൻ പഠിച്ചവനാ. എടി, അവന് 4 ചുറ്റിപ്പിരിവുണ്ടെന്ന്. ജീവിച്ചൂടെ? കെട്ടിപ്പിടിയാന്നോ? പിന്നെന്തോ വെട്ടുകളിയാന്നോ? എന്റെ ദൈവമേ, നറുക്കിട്ടാ പോലും ഒരു നല്ലെണ്ണത്തിന് എന്റെ കുടുംബത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു, എന്തെങ്കിലും പറയണമെങ്കിൽ നീ തറപ്പിച്ചാണ്. ഒന്നീ വെട്ടുക്കളി, ഇല്ലെങ്കിൽ കുച്ചിപ്പൊടി, ഇല്ലെങ്കിൽ എന്താ പറയാ ചുറ്റിപ്പിരി. ഈ കുച്ചിപ്പൊടി എവിടുന്ന് വന്നടോ? കാട്ടുകളി. അതിപ്പോ ഞാൻ കയ്യിൽ നിട്ടതാ. കയ്യെന്നിട്ട് ഒറ്റ അനക്കങ്ങ് തന്നല്ലോ. എടോ, ചുറ്റിക്കളി. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഉറപ്പിച്ച് പറയുന്നെങ്കിൽ പറഞ്ഞേക്കണം. നീ ഒന്നോടൊന്ന് പറ. സൗകര്യമില്ല പറയാൻ. എന്നാ ഞാൻ അവനോട് ചോദിക്കാം. എടാ വിനോദേ, എനിക്കൊരു സംശയം. എടാ, ചുറ്റിക്കളിയാന്നോ വെട്ടിക്കളിയാന്നോ ചുറ്റിപ്പിരിവാന്നോ? ഇതൊന്നുമല്ല, ചെത്തിച്ചെടി. എടി, ഈ പറഞ്ഞ സാധനം ഈ ലിസ്റ്റിനകത്ത് ഇല്ലല്ലോ. ചെത്തിച്ചെടി. എന്റെ ദൈവമേ, തെക്കോട്ടെടുക്കാനായിട്ട് തനിക്ക് ഇത്തിരിയെങ്കിലും ബുദ്ധി ഉണ്ടോടോ? എടി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, 250 ഗ്രാം ബുദ്ധി കൊണ്ടാ ഞാൻ ഈ 19 വർഷം അറിയാമോ? ആ എല്ലക്കാരി തന്നെ ഞാൻ ഉണ്ടാക്കുന്നില്ല. ഇങ്ങോട്ട് വാ. അത് വിട്. അങ്ങനെ ചുറ്റിക്കളി ഞാൻ എങ്ങനെയും പിടിച്ചോളാം. അത് വിട്. പുള്ളി ഭയങ്കര മദ്യപാനാ. ഇടയ്ക്കിടയ്ക്ക് മദ്യം അടിക്കും. അതെന്തിനാന്ന് പോയി ചോദിക്കും. ചെല്ല്. തരൂ. തനിക്ക് ഞാൻ കൂച്ചാ മേടിച്ച് തരാടോ. അയാളുടെ മദ്യപാനം നിർത്താനല്ലയോ വന്നത്. ഒരു കാര്യം ചെയ്, എത്ര പറഞ്ഞാലും പുള്ളി കേക്കത്തില്ല. അപ്പൊ ഒരു കാര്യം ചെയ്തോ, കയ്യും കാലും ഒടിച്ചിട്ടോ. കൊല്ലണ്ട, ചോര വരണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല. ഞാൻ അടിക്കുമ്പോ ചോര വരും. ഇയാൾക്കെന്തോത്ര വാശി ചോര വരണോന്ന്? തന്നോട് പറഞ്ഞത് കേട്ടാ മതി. എങ്ങനെയെങ്കിലും ഒന്ന് അനുനയിപ്പിച്ച് മദ്യപാനത്തുനിന്ന് എങ്ങനെയും ഒന്ന് മുക്തി കിട്ടിയാ മതി എനിക്ക്. ഒരു പൊടി ചോരയെങ്കിലും ഞാൻ എന്നാ പോക്കെങ്കിലും കാണിക്കും. ബഹളം വെച്ച് കഴിഞ്ഞാൽ എന്നെ വിളിച്ച് വെറുതെ നാറ്റിക്കരുത്. അത് ഒന്ന് ഡീൽ ചെയ്തേക്കണം. ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ പല സംഭവങ്ങളും ഇവിടെ നടക്കും. ഒരു കാരണവശാലും നീ പുറത്തിറങ്ങി വരുത്, അകത്ത് കയറി കുത്തി കിട്ടണം. കേറിപ്പോത്തോ? അല്ല, കേറിപ്പോകത്ത്. അങ്ങനെ. വിനോദേ, നീ മദ്യം തരാലോ. സെറ്റ് ചെയ്ത് വെച്ചിരിക്കാം. എനിക്കൊരു കമ്പനി കിട്ടാതെ ഞാൻ എന്തോരം വിഷമിച്ചിരിക്കലായിരുന്നു അറിയാവോ? എന്റെ പൊന്നെ, ഈ അവധി ദിവസമായിട്ട് ഇത് ഉണ്ടാക്കണമെങ്കിലേ നാണ്ടേ കുടിച്ചാട്ടെ. എന്തുവായാലും സ്നേഹമുള്ളവനാട്ടോ. പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എന്നാ, ഭാവി തലമുറയെ നശിപ്പിക്കരുത്. ഇത് അവർക്ക് പകർന്നു കൊടുക്കരുത്.
കാര്യം എന്താ അറിയോ? ഒരു മിനിറ്റ് ആ. ഒന്ന് നോട്ട് ചെയ്തോട്ടെ, എവിടെയെങ്കിലും അടിക്കാൻ പറ്റിയാലോ? ഈ സൈസ് മോട്ടിവേഷനൊക്കെ എന്റെ കയ്യിലേ ഉള്ളൂ. ഭാവി തലമുറയിലെ പകർന്നു കൊടുക്കരുത്. ആ ഓക്കെ. എനിക്ക് പകരണം. എനിക്ക് പകരം. രണ്ടാമത്തെ കാര്യം നോക്ക്, മദ്യം നീ കുടിക്കരുത്. അതെന്നാ? പറഞ്ഞ മനസ്സിലായി. ഇത് കുടിച്ചിട്ടുള്ള ഇത് ദോഷമാണെന്ന്. ആണോ? ആ ആ. ആ, അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. എന്നതാ? ഇടയ്ക്കിടയ്ക്ക് നിനക്ക് ഇതേപോലെ കമ്പനി കൂടുമ്പോ എന്നെ വിളിച്ചോണം. ആ. പറഞ്ഞോട്ടോ. കുടിക്കണോ? അത് കുടിക്കണോ? ഞാൻ പറയട്ടെ, കാര്യങ്ങൾ പറയട്ടെ. ആ. ഈ മദ്യം എന്ന് പറയുന്നത് എന്തോന്നെയോ? ഇല്ല. സാത്താന്റെ മൂത്രമാടാ. അത് നല്ലൊരു സാധനം. ആ, നോട്ട് ചെയ്യ്. ഞാനും കൂടെ പറഞ്ഞ അടിക്കണോ? നീ അടിക്കേ വേണ്ട. അതെന്നാ? നീ തുടരുത്. ആ. നിനക്ക് കമ്പനി തരാൻ ഞാൻ. അപ്പൊ നീ അടിച്ചതുപോലെ കൂട്ടിയാ മതി കേട്ടോ. പിന്നെ നിന്നോട് സ്നേഹം ഉണ്ടായോണ്ട് ഞാൻ പറയുക, എന്നാ? ഈ അകത്ത് കയറി പോയോണ്ടല്ലേ ആ. ആരാ മാലിന്യം. ആ. ഇവള് മഹാമാലിന്യമാടാ. പിന്നെ എനിക്കറിഞ്ഞൂടെ അതെന്നാ? കാര്യം എന്താന്ന് വെച്ചാല് ഇവള് എന്റെ പുറകെ കുറെ നാളെ നടന്നു. ഞാൻ ആറേക്കാ മോൻ ഞാൻ ആരാ മോൻ, ഞാൻ വളഞ്ഞു കൊടുത്തില്ല. ഇല്ലല്ല, അത് മാത്രമാണോ ഇവക്കടെ അമ്മയുണ്ടല്ലേ, അമ്മ അറിയാമോ? ദൈവമേ, ഈ കുടുംബക്കാരുടെ കാര്യം പറയേ വേണ്ടടാ. ഇവരൊരു ദിവസം വോട്ടിടാൻ ചെന്നു. വോട്ടിടാൻ ചെന്നപ്പോ ഉണ്ടല്ലേ അവിടെ ഈ മഷി പുരട്ടി കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അവര് പറയുവാന്നല്ലേ ഈ 5 വിരലൂടെ ഇട്ടേക്കാൻ. അതെന്തിനാ? ടൂട്ടസിന് വില കൂടുതല സാറേ. ഇതാകുമ്പോ 30 ദിവസം കിടക്കും, മറ്റേതാകുമ്പോ പെട്ടെന്ന് പോകുന്നു. അതുകൊണ്ട് ഞാൻ പറയുക, ഇതിനെ ഒരു കാരണവശാലും നീ അടുപ്പിക്കരുത്. നിന്റെ കുടുംബം കുളം തോണ്ടും. അത് മാത്രമല്ല, നീ പെട്ട് പറഞ്ഞ മനസ്സിലാ. ഒരു കാര്യം ചെയ്യ്, ഒരെണ്ണോട് വഴി. ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞെന്ന് നീ അവളോടും. എന്തോ ചെയ്യുന്നേ? ഞാൻ നിങ്ങളോട് പുള്ളിയുടെ മദ്യപാനം നിർത്താനല്ലേ പറഞ്ഞത്? പിന്നെന്തോ കാണിക്കുന്നേ? എടി, നിന്റെ വീട്ടിൽ കയറി വന്നിട്ട് നീ ഒരു ഗ്ലാസ് കടിഞ്ചായെങ്കിലും എനിക്ക് കിട്ടുവന്നോ? വന്നോടി. ഇല്ല. അവനാണെങ്കിൽ ഉണ്ടല്ലോ എന്നോട് സ്നേഹമുള്ളവനാ. അവൻ ഈ അവധി ദിവസം പോയി ഇത്രയും നല്ലൊരു ബ്രാൻഡ് സാധനം മേടിച്ച് എനിക്ക് കൊണ്ട് തന്നെങ്കിൽ അവൻ എന്നോട് സ്നേഹമില്ലേ? അവൻ എന്റെ മുത്ത് ചക്കനാണെങ്കിൽ കോർത്ത് കഴുത്തിലിട്ട് നടക്കണോ? ഇറങ്ങണോ എന്റെ കുടുംബത്തിൽ നിന്ന്? എടോ, എന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങാൻ. എന്റെ ദൈവമേ, എന്റെ കെട്ടിയോനെ നേരെയാക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നോ. നീ കളിക്കരുത്. ഇറങ്ങണോ? ഇറങ്ങി പോടോ. എന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോടോ. ഇറങ്ങണോ എന്റെ കുടുംബത്തിൽ നിന്ന്? വിനോദേട്ടാ, ഞാൻ എന്തോ ചെയ്യോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്തുവാ? വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല. വണ്ടിക്കൂലിക്ക് പൈസ വേണോ? നോട്ടില്ല, ചില്ലറ മതിയോ? മതി. എന്റെ കുടുംബത്തിൽ ഇറക്കി പോടോ. വിനോദേട്ടാ, ഞാൻ എന്തോ ചെയ്യോന്ന് പറ. മിണ്ടിപ്പോര്. എടി, ഒരു ഭാര്യയും ഭർത്താവ് പോകുമ്പോൾ ആ വിഷയം ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു മുറിക്കകത്ത് തീരണം. അത് ഈ മൂന്നാമത്തെ ഒരുത്തിനെ വിളിച്ചു വരുത്തുമ്പോഴാണ് ഇതുപോലൊക്കെ ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഇതുപോലുള്ള വിഷയങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാം. മനസ്സിലായോ? പറഞ്ഞു തീർത്താ മതി. പിന്നെ ബില്ല് ചെയ്യോ? ഇനിയിപ്പോ എപ്പോ ക്ലൈമാക്സ് ആയി? എന്തോ ചെയ്യാനാ? സ്കിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാ അത് ഞാൻ ബാക്കി പിന്നെ ഫില്ല് ചെയ്തോളാം. നമുക്ക് നേരെ നമ്മുടെ കാര്യക്കാരെടുത്ത് ചോദിക്കാം. നസീറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റ്? നല്ലതായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു, നല്ല രസമായിട്ട് വരികയായിരുന്നു. പക്ഷേ എൻഡിൽ വന്നപ്പോഴെന്തോ ഒരു ചെറിയ ഒരു പോരായ്മ നമുക്ക് ഫീൽ ചെയ്തു. എൻ്റെ ഭാഗത്തേക്ക് വന്നപ്പം ആദ്യം കളിച്ചതിൻ്റെ ആ ഗുമ്മും രാജേന്ദ്രൻ കയറി വന്നതിന് ഒരു 2-3 മിനിറ്റ് വരെയും നല്ല രസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് കഴിഞ്ഞ് ഇങ്ങോട്ട് മൊത്തത്തിൽ സാധനം കയ്യിൽ നിന്ന് പോയ പോലെ എവിടെയൊക്കെ എന്തോ മിസ്റ്റേക്കോ മറവിയൊക്കെ പോലെ ഫീൽ ചെയ്തു. സത്യമാണോ അത്? സത്യമാണ്. ആ ഒരു ഭാഗത്ത് നല്ല കാര്യം, നല്ല രസത്തിൽ നമ്മൾ ചിരിച്ച് വരുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ അകത്തേക്ക് ഒരു മാറ്റം വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡൗൺ ആയി പോകുമല്ലോ. ആ ഡൗൺ നിങ്ങളിലും ഉണ്ടായിരുന്നു, ഞങ്ങളിലും ഉണ്ടായിരുന്നു. അതെന്ത് പറ്റിയതാ? അത് റിഹേഴ്സലിൻ്റെ വല്ലോ മറന്നുപോയോ? പക്ഷേ ആ ഒരു സാധനം കൂടെ ഒന്ന് കയറ്റി വിട്ടിരുന്നെങ്കിൽ നമുക്ക് വേറൊരു ലെവലിലേക്ക് ഇത് എത്തിക്കാമായിരുന്നു. അവിടെ കുറച്ച് ഫോൾട്ടുകൾ വന്നുള്ളൂ, ബാക്കിയെല്ലാം നന്നായിരുന്നു. കാര്യം ഒരു 2 പേര് നിന്നിട്ട് കുറേ ടൈം പിടിക്കുക എന്ന് പറഞ്ഞ റിസ്കി ജോബാണത്. പക്ഷെ നിങ്ങളത് വൃത്തിയായിട്ട് ആ 2 പേരും മായയും വിഷ്ണുവും കൂടെ നിന്ന് ആ ഉള്ള ഭാഗങ്ങൾ ഫില്ല് ചെയ്തു. ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഭാര്യ ഭർത്താവ് സംശയം. അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മരുമോനോ അമ്മായിപ്പനോ ആരെങ്കിലും ഒക്കെ വരുന്നതൊക്കെ ഒരുപാട് വന്നിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ അതിൻ്റെ അകത്ത് പെടുത്തി ഉള്ള കൗണ്ടറുകളെല്ലാം പുതുമയുള്ളതാക്കി. അങ്ങനെ ആ സാധനം നമുക്ക് ബോറിംഗ് ഇല്ലാതെ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി. മൊത്തത്തിൽ കുഴപ്പമില്ലാതെ പോയി. ഈ ഒരു അതൊരു ഫോൾട്ട് തന്നെയാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം ഇങ്ങനെ രാജേന്ദ്ര നല്ലൊരു ആർട്ടിസ്റ്റാണ്, ഈ വേദിയിൽ തിളങ്ങി വരുന്ന ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ
നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഈ വേദി സ്റ്റേജിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ്. മായ ഒരുപാട് സ്ഥലത്ത് ഫ്രെയിമിലേക്ക് കൊണ്ടു നിർത്തി സംസാരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഫോട്ടോകളൊക്കെ ഒന്ന് നോട്ട് ചെയ്തോണം കേട്ടോ. നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് മൂവിങ്, നമ്മൾ കൊണ്ടുവന്ന സാധനം എന്താണ്, അത് തിരിച്ചെടുക്കണോ പോകുമ്പോൾ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നല്ലതാണ്. കാര്യം വളർന്നു വന്ന ആർട്ടിസ്റ്റുകളിലാണ് അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, രാജേന്ദ്രൻ കുറച്ചുകൂടെ നന്നായാൽ ഈ വേദിയിലെ മിന്നും താരമായിരിക്കും അടുത്തത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വിജയകുട്ടൻ ചേട്ടാ. മായ, വിഷ്ണു, രാജേന്ദ്ര നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ആദ്യം പറയാനുള്ളത് മായയുടെ കേസാണ്. മായ ഗംഭീരമായിരുന്നു കേട്ടോ. ഒരു അക്ഷരം പോലും തെറ്റാതെ നല്ല കൗണ്ടറൊക്കെ ഒരു അച്ചുതണ്ടായിരുന്നു ശരിക്കും ഈ സ്കിറ്റിൽ മായട്ടാ. മായ ഗംഭീരമായിരുന്നു. മായയുടെ ഒരുപാട് തമാശകൾ കൗണ്ടറുകളൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിനകത്ത് ആ സഞ്ചിയിലുണ്ടാവുന്ന സഞ്ചി എന്തിനാണ് ഇട്ടെന്നുള്ള സംഭവം പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഈ സഞ്ചി ഇട്ടുകൊണ്ട് നമ്മുടെ വീട്ടിൽ ആരോ ഓടിച്ചിടില്ലല്ലോ. പക്ഷേ ഇതിനകത്ത് കുറേ എവിഡൻസ് ഉണ്ടെന്നുള്ള കാര്യം, ആ എവിഡൻസുകളെല്ലാം വളരെ മനോഹരമായിട്ടുള്ള ചിരിക്കാൻ പറ്റിയുള്ള നുറുങ്ങളുണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. മായയുടെയും വിഷ്ണുവിൻ്റെയും കുറേ സമയത്തുള്ള കാര്യങ്ങൾ നമ്മളൊരു എന്താണ് പറഞ്ഞാൽ ഒരു ആവർത്തന വിരസത ഇല്ലാണ്ട് നിങ്ങൾ തന്നെ കളിച്ച് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാജേന്ദ്രൻ്റെ വരവ്. രാജേന്ദ്രൻ ഗംഭീരമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു നേരത്തെ ഞാൻ ഇരിക്കുമ്പോൾ രാജേന്ദ്രൻ ഇവിടെ വന്നിട്ടുള്ളൂ തോന്നണല്ലേ. ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നല്ല ആർട്ടിസ്റ്റ് ആവാനുള്ള എല്ലാ സംഗതികളും നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാനിപ്പോൾ പുറത്തു നിന്ന് കുറച്ച് നാൾ വരാണ്ടിരുന്നല്ലോ. അപ്പം നിങ്ങളുടെ എപ്പിസോഡ് ഞാൻ മുഴുവനും കണ്ടിട്ടുണ്ട്. രാജേന്ദ്രൻ ഗംഭീരമായിട്ട് വരുന്ന ആർട്ടിസ്റ്റാണ്. ഞാൻ ഈ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ എടുത്തു നോക്കിയപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രാജേന്ദ്രൻ നല്ല പെർഫോമിംഗ് ആയിരുന്നു. ഇവിടെ വന്നിട്ടും നല്ല അടിപൊളിയായിരുന്നു. ഒരു ഇത്രയും കൂടി സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്കിറ്റിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറവ് സംസാരിച്ച അല്ലെങ്കിൽ ഏറ്റവും കുറവ് പെർഫോം ചെയ്ത ഒരാളാണ് രാജേന്ദ്രൻ. പക്ഷേ ഏറ്റവും വലുതായി മാറിയനെ നസീർക്ക് പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി ഒന്ന് നോക്കി അടുത്ത സ്കിറ്റിൽ അത് തരണം ചെയ്ത് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. 3 പേരും ഗംഭീരമായിരുന്നു കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ബിജുകുട്ടൻ ചേട്ടാ. ആസിസിക്ക ചെങ്കള നല്ല സ്കിറ്റായിരുന്നു. ഞാൻ ഈ സ്കിറ്റിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയട്ടെ, അതായത് മായ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഇപ്പോൾ നിങ്ങൾ 3 പേര് നിൽക്കുന്നതിൻ്റെ സെൻറ്ററിലാണ് മായ നിൽക്കുന്നത്. ഈ സ്കിറ്റിൻ്റെ ഒരു നെടും തൂണായിരുന്നു മായ. കാരണം ബിജേട്ടൻ പറഞ്ഞതുപോലെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം മായയുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വരുന്നുണ്ടോ എന്ന്. പക്ഷെ ഒരു ടൺ സ്ലിപ്പ് പോലും മായയുടെ നിന്ന് ഒരു 2-3 സെക്കൻഡ്, എനിക്ക് തോന്നുന്നു 1 മിനിറ്റോളം നിന്ന് ആ ഫ്രണ്ടിൽ നിന്ന് ഫസ്റ്റ് ഡയലോഗ് ഉണ്ടല്ലോ, എന്ത് ടക എന്ന് അടിച്ചെന്നത്. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസിൻ്റെ ഒരു ഭാഗമാണ്. കാരണം ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് മായ നിങ്ങൾ കിട്ടിയതും. ഇപ്പം രാജേന്ദ്രൻ എന്ന് പറയുന്നത്, രാജേന്ദ്ര ഗംഭീരം കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചത് രാജേന്ദ്രൻ്റെ പ്രകടനത്തിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ സ്കെഡ്യൂളിൽ ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞു രാജേന്ദ്ര ഗംഭീരമായിട്ടുണ്ട്, ഒരു അടിപൊളിയാണ്. പക്ഷേ ഇപ്പം രാജേന്ദ്രൻ ഇപ്പം ചെറിയ മറ്റേ ഓർമ്മ പിശകൊക്കെ വന്നു. പക്ഷേ നോ പ്രോബ്ലം, അതൊന്നും പ്രശ്നമില്ല. ഒരിടത്തേ പോയുള്ളൂ. അതാണ് നമ്മൾ ഈ സ്കിറ്റിൻ്റെ ഒരു സാധനം നമ്മൾ ടൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സ്കിറ്റിൻ്റെ ഇടയിൽ ഒരു ചെറിയ സാധനം വിട്ടുപോയുണ്ടല്ലോ, അത് കൂടെ കളിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചു പോകും. എന്ത് ചെയ്യണം, എവിടെ നിർത്തണം എന്നുള്ളൊരു പ്രശ്നമുണ്ടാവും. പക്ഷേ അതൊന്നും ഇവിടെ പറയുന്നില്ല. രാജേന്ദ്രൻ പൊളിച്ചടുക്കി കളഞ്ഞു. കാരണം സ്കിറ്റ് തുടങ്ങി ഒരു 10 മിനിറ്റ് ആയപ്പോഴാണ് രാജേന്ദ്രൻ്റെ എൻട്രി. പക്ഷെ അത് മതി, ഇത്രയും മതി. ഗംഭീരം. വിഷ്ണു, ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് കഴിഞ്ഞ സ്കെഡ്യൂളിൽ കുറച്ച് സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം വിഷ്ണു മാറി. വിഷ്ണു അടിപൊളിയായിട്ട് കറക്റ്റ് ഒരു നല്ലൊരു ഭർത്താവല്ല, നല്ല, അതായത് ആക്ടിങ്ങിൽ നല്ല ഉടായ്പ ഭർത്താവായിട്ട്, അതായത് അൾട്ടിമേറ്റ് കുടിയൻ, അൾട്ടിമേറ്റ് കോഴി. അപ്പോൾ എന്തായാലും ഈ ഒരു സ്കിറ്റ് ഞാൻ അൾട്ടിമേറ്റ് ആയിട്ട് കാണുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളി, സൂപ്പർ. അപ്പൊ കാര്യക്കാര് അൾട്ടിമേറ്റ് ഹാപ്പിയാണ് എന്ന് നമുക്ക് വിചാരിച്ചുകൊണ്ട് മാർക്സ് ചോദിക്കാം. നസീർക്ക, ഞാനൊരു 16,000 രൂപ കൊടുക്കും. 16,000. ബിജുകുട്ടൻ ചേട്ടാ? ഞാനും 16,000 രൂപ. അങ്ങനെ 16 32,000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി നമുക്ക് ഫൈനൽ അറിയാനായിട്ട് ആസിസിക്കോട് കൂട്ടി പറയണ്ട, പിടിച്ചോ. 68,000 രൂപയാണ് ഈ സ്കിറ്റിനായിട്ട് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും അല്ലേ, അത്യാവശ്യം നന്നായി. അപ്പൊ നമ്മുടെ കാര്യക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് അടുത്ത തവണ വരുമ്പോൾ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാം, പഞ്ചടിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ ഇനി അടുത്തതായിട്ട് സ്പെഷ്യൽ പെർഫോമൻസിനുള്ള സമയമാണ്. ആ സ്പെഷ്യൽ പെർഫോമൻസ് എന്താണ്, ആരാണ് പെർഫോം ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ അറിയുന്നതിന് മുമ്പ് ഒരു പ്രൊഫൈൽ വീഡിയോ ഉണ്ട് നമുക്ക് കാണാനായിട്ട്. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടാലോ? നിഴൽ പടർന്ന നിരാശ
ഈ ഒരു വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൻ വൈറലായിരുന്നു. അപ്പോൾ ഈ ഗായികയാണ് അടുത്തതായി ഈ വേദിയിലേക്ക് എത്താൻ പോകുന്നത്. ഒരുപാട് സ്നേഹത്തോട് കൂടിയിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിലേക്ക് വീണാമേ. ഹലോ അമ്മ, നമസ്കാരം. വളരെ നന്നായിട്ട് പാടിയല്ലോ അമ്മ. ഇതാണ് വീണാമ്മ. അതാ നമ്മുടെ നസീറൊക്കെ ഉണ്ട്, ബിജുക്കുട്ടൻ ചേട്ടനുണ്ട്, അസീസൊക്കെ ഉണ്ട്. എവിടെയാണ് വീട്? വരാപ്പുഴ. നാട്ടിലാണ്. അമ്മ ലൈക് ഹോം മേക്കർ ആണോ, ഹൗസ് വൈഫ് ആണ്? അതെ. ഓക്കെ ഓക്കെ, നന്നായി പാടിയിട്ടുണ്ടല്ലേ? പാടി കേട്ടോ. സംഗീതം പഠിച്ചിട്ടുണ്ടോ അമ്മ? ഇല്ല. ആണോ? നമുക്ക് ആദ്യം പാട്ട് കേൾക്കാന്നുള്ളേ. ഒരു പാട്ട് കേൾക്കാം ആദ്യം. ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകി ഉണർത്താൻ മറന്നു കണ്ണൻ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ. വാടും കരൾ തടം കണ്ണീരാൽ നനച്ചും നിന്നെ തേടി നടന്നു തളർന്നു കൃഷ്ണ നീയൻ നമ്പരമറിയുമോ ശ്യാമവർണ്ണ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ ശ്രീരാഗമേ നിന്നെ പുൽകി ഉണർത്താൻ മറന്നു കണ്ണൻ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ. നിന്റെ കാൽക്കൽ വീണടിയുവാൻ കഴിഞ്ഞുവെങ്കിൽ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകി ഉണർത്താൻ മറന്നു കണ്ണൻ
ഹാപ്പി അമ്മ. മീനു ശരിക്കും കൃഷ്ണഭക്തിയാണ് അല്ലേ? അതെ അതെ. പാടിയത് ബീന ആൻറ്റി ആണെങ്കിലും കരഞ്ഞത് നമ്മുടെ മീനാക്ഷി ആയി പോയില്ല. എന്ത് പറ്റി മീനാക്ഷി? ഈ പാട്ട് ഭയങ്കര ഇമോഷൻസ് ഹോൾഡ് ചെയ്യുന്ന പാട്ട്. അപ്പം എപ്പോൾ കേട്ടാലും ഭയങ്കര സങ്കടം വരും. അപ്പം അമ്മ നന്നായി ഇത് പാടി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു രക്ഷയില്ലാതെ അത് പാടി കേട്ടോ. അമ്മ എൻ്റെ ഒരു റിക്വസ്റ്റ് ഞാൻ പറയട്ടെ അമ്മ, ബീനമ്മ പറയൂ. ഇനി വീട്ടിൽ ഇരുന്ന് പാടരുത്, അമ്മ പുറത്തിറങ്ങണം, വേദികളിൽ പാടണം, വേദികളിൽ പാടണം. അമ്മ സംഗീതത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞിടാത്തവരാണ് ഞങ്ങളെല്ലാം. പക്ഷേ ആസ്വാദനം എന്ന് പറഞ്ഞ ഇതുണ്ടല്ലോ, സംഗീതം ഉണ്ടാക്കാം, അതിനെ ആസ്വദിക്കുന്നതിനും ഒരു മനസ്സുണ്ട്. പക്ഷെ മീനു കരഞ്ഞാലൊന്നും ഒരു ഇതില്ല. ഞാനൊക്കെ ഞെട്ടി ഇവിടെ ഇരുന്നു കേട്ടോ എൻ്റെ അമ്മ. സത്യം എന്ത് രസമായിട്ടാണ് അമ്മ പാടിയിരിക്കുന്നത്. അയ്യോ ഒരു രക്ഷയില്ല. എനിക്ക് വേറെ അല്ല, എനിക്ക് പറയാനുള്ളത്, അമ്മ ഇതുവരെയായിട്ടും സംഗീതം പഠിച്ചിട്ടില്ല? ഇല്ല. അയ്യോ, ഇനി എന്തായാലും അത് പഠിക്കണോട്ടാ. കാരണം അതിനൊരു സമയമോ അല്ലെങ്കിൽ വയസ്സോ ഒന്നും ഇല്ല കേട്ടാ. നമ്മളിപ്പോൾ പറഞ്ഞ അസീസ് പറഞ്ഞോട്ട് നമുക്ക് കേട്ട് ആസ്വദിക്കാൻ അറിയാൻ പാടുള്ളൂ, പാട്ട് പാടാനും അറിയില്ല, അതിൻ്റെ സംഗതികളെ കുറിച്ചോ ഒന്നും നമുക്ക് അറിയാൻ പാടില്ല. നമുക്ക് ഇവിടെ നിന്ന് പാടുമ്പോൾ അത് ആസ്വദിക്കാൻ നന്നായിട്ട് അറിയാം. പക്ഷേ നമ്മുടെ ഒരു ചെറിയ അറിവിൽ ബീനാമ്മ പഠിക്കണം, എന്തായാലും പഠിക്കണം. കാരണം ഈ ഒരു പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ആരും എടുക്കാത്ത പാട്ടാണത്. സംഗീതം അറിയാവുന്നവരൊക്കെ പാടുന്ന പാട്ടാണത്. ഗംഭീരമായിട്ട് പാടി. വീട്ടിൽ പാടണ്ട എന്ന് പറഞ്ഞ ഉദ്ദേശം ഇനി വീട്ടിൽ ഒതുങ്ങേണ്ട അമ്മ അല്ല, സീരിയസ്ലി ഇനി പുറത്തങ്ങ് പറന്ന് നടക്കണം പാട്ടൊക്കെ പാടി കേട്ടാ. എനിക്കൊക്കെ അഭിമാനമായി. ഞാൻ ആ തൊട്ടപ്പുറത്തുള്ള പറവൂരുള്ളതാണ്, നാട്ടുകാരാ. ഈ ഒരു വോയിസ് ഇനി നമ്മുടെ ലോകം കേൾക്കാൻ പോവാണ്. അതിന് ഒരു മുന്നോടി എന്നോണം അമ്മയുടെ വീഡിയോ നെറ്റിലിട്ടത് അമ്മയുടെ മകനാണ്. മകൻ ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ പറയണമെന്ന് അല്ലേ? മകനെ ഒന്ന് വിളിക്കണം. അപ്പൊ മകനെ നമുക്ക് മീറ്റ് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും. അപ്പൊ ബീനാമ്മയുടെ മകന്റെ പേരെന്താണമ്മ? ബിനോ. ബിനോ. അപ്പൊ ബിനോനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹലോ ബിനോ. ബിനോ പാട്ട് പാടോ? ഞാൻ പാട്ട് പാടും. ആഹാ, എന്തായാലും ഉണ്ടാവും, നമുക്കറിയാം. അതെ. അപ്പൊ അമ്മയുടെ കഴിവ് എന്തായാലും ബിനോയ്ക്ക് കിട്ടാതിരിക്കില്ല. അപ്പൊ നമുക്ക് ബിനോയുടെ പാട്ടൊന്ന് കേൾക്കാം അല്ലേ? കേൾക്കാം. താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു, അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്ന് പൂവ് പൊട്ടിച്ചു. പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമര കാട്. പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമര കാട്. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ധൈര്യമായിട്ട് രണ്ടുപേർ കൂടെ പരിപാടിക്ക് പോകാം. രണ്ടുപേർക്കും പോവാം. അപ്പൊ സ്റ്റേജുകളിൽ ഇനി നിങ്ങളുടെ ഒരു ഡുവറ്റ് ആയിരിക്കും നമ്മളെല്ലാരും പ്രതീക്ഷിക്കുന്നത് അല്ലേ? എന്തായാലും ഒരുപാട് സന്തോഷം. അമ്മേനെ ഒരുപാട് വേദികളിൽ കൊണ്ടുപോകണം. അപ്പൊ ബിനോയും പാടണം കേട്ടോ. അമ്മ ഇനി പാടുമല്ലോ, പ്രോമിസ് അല്ലേ? ഇത് കഴിയുമ്പോൾ എന്തായാലും സ്റ്റേജസ് വരും. അമ്മേനോട് സംഗീതം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, നോക്കണോട്ടോ. ബിനോ പഠിക്കുന്നുണ്ടോ? സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. അപ്പൊ രണ്ടുപേരും കൂടെ പോട്ടെ അല്ലേ? എന്തായാലും ഒരുപാട് സന്തോഷം അമ്മ, ബിനോ പരിചയപ്പെടാൻ സാധിച്ചതിൽ. അമ്മയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക് യു. നമ്മുടെ വേദിയിൽ വന്ന് ഇത്രയും നല്ല പാട്ടുകൾ പാടി ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് തോന്നി. അപ്പൊ അമ്മയുടെ ഈ ഒരു ശബ്ദം ഇനി ലോകം കേൾക്കട്ടെ അല്ലേ? അപ്പൊ വീണ്ടും കാണുന്നതുവരേക്കും അമ്മ താങ്ക് യു സോ മച്ച്. ബിനോ താങ്ക് യു കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈ ഒരു തകർപ്പൻ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാര്യക്കാർ എൻജോയ് ചെയ്തില്ലേ? ഇനി അല്പനേരം നിങ്ങൾക്കും ഞങ്ങൾക്കും വിശ്രമം എന്ന് പറയുന്ന പോലെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഓഡിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ നിങ്ങള്. അപ്പൊ എന്താ, നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരേക്കും ദിസ് ഇസ് മീനാക്ഷി സുധീർ സൈനിങ് ഓഫ് ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.